അങ്ങയുടെ സഹപാഠിയായിരുന്ന തൃശ്ശൂരിലെ ഒരു മാനസിക രോഗി ഡേവിസിന്റെ അനുഭവം ഇപ്പോൾ വൈറലാണ്. ഡേവിസിന്റെ ഒരു സഹപാഠിയാണ്. അവന് അല്പം മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ അടുക്കൽ അവൻ വരാറുണ്ട്. പലപ്പോഴും അവനെ കാണുമ്പോഴേ എനിക്ക് സങ്കടം തോന്നി. വളരെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ അവന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട്. അവൻ അത്യാവശ്യം ഈവൻ ബിഷപ്സ് ഹൗസിൽ പോലും ഞാൻ അവന് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അച്ഛന്മാരൊക്കെ ഊണ് കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ഒരുപാട് ഭക്ഷണം ബാക്കി വരാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ ആശ്രമങ്ങളിലൊക്കെ പന്നി വളർത്തലുണ്ട്, അത് ഈ വേസ്റ്റ് ഫുഡ് കളയാനാണ്. ഞാനിപ്പോൾ പലപ്പോഴും അവനെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമ്പോൾ ആരും എതിർത്തിട്ടൊന്നുമില്ല. ഡേവിസിൻ്റെ കഥ വൈറലായപ്പോൾ അതാരോ ഒരിക്കൽ ഡേവിസ് പറഞ്ഞിട്ട് കേട്ടിട്ട് വൈറലാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ സംഭവം അത് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ടൊക്കെ പറഞ്ഞേക്കണേ, എങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരു കണ്ടൻറ്റിൻ്റെ കോറ് തീം കറക്റ്റാണ്. ഇത് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവ് നല്ല സമ്പ്രദായക്കാരുടെ കഥ പറഞ്ഞത് നമ്മുടെ മുൻപിൽ കർത്താവ് വയ്ക്കുന്ന ഒരു വിമർശനമാണ്. നല്ല സമ്പ്രദായക്കാരൻ്റെ കഥയിൽ നിങ്ങൾ കാണുന്നുണ്ട്, വഴിയിൽ വീണ മനുഷ്യനെ, മുറിവേറ്റ മനുഷ്യനെ ആദ്യം കടന്നുപോയത് പുരോഹിതനാണ്. പുരോഹിതൻ മിക്കവാറും പറയാത്ത വാക്കുകൾ ഞാൻ പറയുകയാണ്, എനിക്ക് കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. രണ്ടാമത് പോയി ലേവായക്കാരനാണ് പറഞ്ഞത്, എനിക്ക് ബൈബിൾ വായിക്കേണ്ടെന്ന് പറഞ്ഞത്. മൂന്നാമത് പോയിട്ട് സമറയക്കാരനാണ്. സമറയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാറ്റഗറി ഉപയോഗിക്കുകയാണെങ്കിൽ തറവാടിത്തമില്ലാത്ത, പിന്നാമ്പുറത്ത് കിടക്കുന്ന, ഒരിക്കലും ഒരു പരിഗണന കിട്ടാത്ത ആണ്. അവനാണ് മനസ്സിലായത് ഈ വഴിയിൽ കിടക്കുന്ന മനുഷ്യൻ തിരുവോസ്തിയാണ്. അവന് കോരിയെടുത്തില്ലേ, തൻ്റെ കഴുതയുടെ പുറത്ത് ഒരു എക്സ്ട്രാ സ്പേസ് കണ്ടെത്തിയില്ലേ, സത്രത്തെ കൊണ്ടുപോയി കൊടുത്തില്ലേ, 2 ദേനാറ കൊടുത്തില്ലേ. എന്ത് പറഞ്ഞു, തന്നത് പോരാ എന്ന് എനിക്കറിയാം, ഇനിയും ബില്ല് വരികയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്നേക്കും. ഞാൻ ഈ പട്ടം കൊടുക്കുന്ന അച്ഛന്മാരോടൊക്കെ പറയാറുണ്ട്, പട്ടം കൊടുക്കുന്ന സമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്, കക്ര നൽകിയ കർത്താവേ. ഈ കക്രാക്കി പറയുന്നത് ധനാർക്ക് പറയുന്ന പദമാണ്, കക്ര നൽകിയ കർത്താവേ. വൈദികരും സമർപ്പിതരും എല്ലാ ആത്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നമ്മൾ ചെയ്തു കൂട്ടുന്ന മതിൽക്കെട്ടുകളൊക്കെ തന്നെ പൊളിച്ചു മാറ്റാൻ കർത്താവ് നടത്തുന്ന ചങ്കൂറ്റം നടന്നൊരു വെല്ലുവിളിയാണ് നല്ല സമ്പ്രദായക്കാരൻ്റെ കഥ. ഡേവിഡിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നല്ല സമ്പ്രദായക്കാരൻ്റെ കഥയിൽ നടത്തിയിട്ടുള്ള ഏത് പ്രസംഗത്തെക്കാളും ആളുകളുടെ മനസ്സിലേക്ക് തുളഞ്ഞു കയറിയൊരു പ്രസംഗമായിരിക്കും ഡേവിസിനോട് ഞാൻ കാണിച്ച ഒരടുപ്പം, ഞാൻ കാണിച്ചൊരിഷ്ടം. ഇതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്.